വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുമ്പാണ് വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്നത്. സേനാ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം എത്തിയത്. ആ ദൃശ്യങ്ങളാണ് വീണ്ടും പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, അതിന്റെ സൗകര്യം, അതിന്റെ വിപുലീകരണം ഓരോ സ്ഥലത്തും എത്തി പ്രധാനമന്ത്രി നേരിൽ പരിശോധിക്കുന്നു, കാണുന്നു, വിലയിരുത്തുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. അതേസമയം തന്നെ ആയിരങ്ങളാണ് വിഴിഞ്ഞത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ രാവിലെ മുതൽ തന്നെ വരുന്നു. പ്രധാന കവാടത്തിലെ ദൃശ്യം നേരത്തെ നമ്മൾ കാണുമ്പോൾ ജനസഞ്ചയം അവിടേക്ക് എത്തുകയാണ്. സാധാരണ നിലയിൽ ഒരു പൊതുപരിപാടിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകളുടെ വലിയ സാന്നിധ്യം, ആ മേഖലയിലെ ആളുകളുടെ വലിയ സാന്നിധ്യം വിഴിഞ്ഞത്തെ ഈ പരിപാടിക്കുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷം ആണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരാണ് ആ സംഘത്തിൽ ഉള്ളത്. പ്രശാന്ത് കൃഷ്ണ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, അതോടൊപ്പം തന്നെ പ്രധാന വാതിലിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, അവിടെ അമൽ തേനംപറമ്പിലുണ്ട്. അമൽ, ജനങ്ങളുടെ ഒരു ഒഴുക്ക് നേരത്തെ നമ്മൾ കാണുമ്പോൾ പ്രധാന കവാടത്ത് ജനങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്? കൂടുതൽ പേര് അവിടെ എത്തിയിട്ടുണ്ടോ വിഴിഞ്ഞത്തേക്ക്? ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. സദസ്സിലേക്ക് ഇനിയിപ്പോൾ അല്പസമയങ്ങൾക്കകം തന്നെ പ്രധാനപ്പെട്ട ആളുകളെത്തും. VVIPകളുടെ വരവ് ഇപ്പോഴും തുടരുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഇട്ടിരിക്കുന്ന കസേരകളിൽ നിറയാനുള്ളത് ആ വേദിയിലുള്ള വളരെ കുറച്ച് കസേര മാത്രമാണ് എന്ന് തോന്നുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയൊന്നും അല്ലാതെ കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ആളുകൾ പക്ഷേ ഇപ്പോഴും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ നിന്നും അകത്തേക്ക് കടന്നു പോകുന്ന ആളുകളെ നിയന്ത്രിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി അല്പസമയങ്ങൾക്കകം തന്നെ ഈ പറയുന്ന തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന പോർട്ടിൻ്റെ ഓപ്പറേഷൻ ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിലേക്ക് പോകും. അതിനുശേഷം ആ പുലിമുട്ടുള്ള ആ ഭാഗത്തേക്ക് പോകും. അവിടെ ചെന്നതിന് ശേഷം MSCയുടെ ഒരു പടുകൂറ്റൻ കപ്പൽ, നമ്മുടെ ആദ്യ വിൻഡോയിൽ കാണുന്നത് ആ കപ്പലാണ്. MSCയുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്ന്, ഏറ്റവും വലിയ കപ്പൽ സർവീസ് നടത്തുന്ന കമ്പനികളുടെ പ്രധാനപ്പെട്ട കപ്പലുകൾ പലതും വന്നുപോയി. അതിൽ ഒരു പടുകൂറ്റൻ കപ്പൽ 399 മീറ്ററാണ് അതിൻ്റെ നീളം. ആ കപ്പലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കും. ആ സ്വീകരിക്കുന്നതോടുകൂടി വിഴിഞ്ഞം തുറമുഖം ലോകത്തിന് മുന്നിലേക്ക് നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. അതാണ് ആദ്യത്തെ പരിപാടി. അതിനുശേഷം പ്രധാനമന്ത്രി വീണ്ടും തിരികെ ഈ പറയുന്ന ക്രെയിനുള്ള ആ ഭാഗത്തേക്ക് അവിടേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ചെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം തിരിച്ച് ഇവിടേക്ക് എത്തി ഉദ്ഘാടന ചടങ്ങിൽ വേദിയിൽ സംസാരിക്കും. 17 പേരാകും വേദിയിൽ ഉണ്ടാവുക. മുഖ്യമന്ത്രി അടക്കം ഗവർണറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ കുതിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല്, ആ നാഴികക്കല്ല് രാജ്യത്തിന് സമർപ്പിക്കും. ഇപ്പോൾ വരുന്ന ആളുകളെ, ഇപ്പോൾ വാഹനങ്ങളുടെ വരവ് ഇവിടേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത്, പ്രധാന കവാടത്തിന് ഇപ്പുറമായിട്ടുള്ള സ്ഥലത്ത് വാഹനങ്ങൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മുക്കോലയിൽ വെച്ച് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ KSRTC ബസ്സുകളിൽ ആളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ കൊടിവെച്ച വാഹനങ്ങളിൽ ആളുകളെ കൂട്ടത്തോടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എല്ലാവരും അവകാശപ്പെടുകയാണ് ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്നുള്ളത്. അത് ഈ പറയുന്ന കോൺഗ്രസിനോ BJPക്കോ CPM നോ പിണറായി വിജയനോ ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ നയനാർക്കോ കരുണാകരനോ ആർക്കും, നരേന്ദ്രമോദിക്കോ ആർക്കും അങ്ങനെ അവകാശപ്പെടാം. അതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടി ഇവർക്ക് തല്ലുകൂടാം, പക്ഷേ അല്ലെങ്കിൽ ഇവർക്ക് വാഗ്വാദം നടത്താം. പക്ഷേ ഓരോ മലയാളിക്കും, ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം, ഇത് എൻ്റെ നാടിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലായ പദ്ധതിയാണ്, ഇത് വരും തലമുറയ്ക്ക്, ഞങ്ങളുടെ തലമുറ ജീവിച്ചിരുന്നപ്പോൾ സമർപ്പിക്കുന്ന പദ്ധതിയാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു പദ്ധതി അല്പസമയങ്ങൾക്കകം തന്നെ രാജ്യത്തിന് സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ തുറമുഖത്തിൻ്റെ ഈ പ്രധാനമന്ത്രി എത്തുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന ക്രെയിനുകൾ നിരന്നിരിക്കുന്ന സ്ഥലമുണ്ട്. 32 ക്രെയിനുകളാണ് അങ്ങനെ നിരന്നിരിക്കുന്നത്. അങ്ങനെ 32 ക്രെയിൻ നിരത്തിയിടാനുള്ള സംവിധാനമുള്ള ഒരു തുറമുഖവും ഇന്ന് ഈ രാജ്യത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ നമ്മൾ ഈ അറബിക്കടലിൻ്റെ റാണി എന്നൊരു വിശേഷമൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഈ അറബിക്കടലിൻ്റെ രാജാവ്, അങ്ങനെ ഇനി ഒരു പക്ഷേ നമുക്ക് വിഴിഞ്ഞത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഈ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരുന്ന പദ്ധതികളിലൊന്നായി, സ്ഥലങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഒരു വികസനം മാത്രമല്ല, സമീപ പ്രദേശങ്ങളുടെ ഒന്നടങ്കം വികസനം എന്നുള്ളതാണ്. നികുതി വരുമാനമായി ഇതിനോടകം തന്നെ ലഭിച്ച തുകയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്കതിൻ്റെ എത്രത്തോളം ഈ പദ്ധതി കൊണ്ടുണ്ടാകുന്ന നേട്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ GST വരുമാനം 334 കോടി രൂപയാണ്. അതായത് വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. പൊന്മുട്ടയിടുന്ന താറാവ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ആളെന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് വിശേഷിപ്പിക്കാം. ജനിച്ച് വീഴുന്നതിന് മുൻപേ ഈ തുറമുഖം നമുക്ക് 334 കോടി രൂപയുടെ GST വരുമാനം കൊണ്ടു തന്നിട്ടുണ്ട്. ആ GST വരുമാനം ഇനി അങ്ങ് വളരുമ്പോൾ മാർച്ച് 31 വരെ വന്ന കപ്പലുകളുടെ എണ്ണം 258ആണ്. അതായത് ഈ ഉദ്ഘാടനം ചെയ്തിട്ടില്ല, അതിന് മുൻപേ വന്നുപോയി. 243 കോടി രൂപ നമുക്ക്
നമുക്ക് GST യൂസർ ഫീ ആയി ലഭിച്ചു കഴിഞ്ഞു. 240 കോടി രൂപയാണ് നമ്മൾ പ്രതിവർഷം പ്രതീക്ഷിക്കുന്ന വരുമാനം. അതായത് അദാനി ഇപ്പോൾ അദാനിക്കാണ് ഭൂരിഭാഗം വരുമാനം പോകുക, കാരണം അവരുടെ നിക്ഷേപം ഒരുപാടുണ്ട്. അതിനൊക്കെ ശേഷം 2060 അന്ന് ഞാനും മാർഷലും രതീഷൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്നറിയില്ല, എങ്കിലും നമ്മുടെ വരുന്ന തലമുറയുണ്ടാകും. ആ തലമുറയുള്ള കാലത്ത് ഈ തുറമുഖത്തിൽ നിന്നും ലഭിക്കാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് 2,15,000 കോടി രൂപയാണ്. അത് നമുക്കത് സ്വാഭാവികമായും അതെല്ലാം കാണാൻ അമലും ഞാനും എല്ലാവരും ഉണ്ടാകും. തീർച്ചയായിട്ടും അമലിന്റെ ആ വലിയൊരു പ്രതീക്ഷയാണ്.